ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കർക്കിടക വാവാണ്. അപ്പോൾ എല്ലാ കൊല്ലവും കർക്കിടക വാവിന് രാവിലെ അമ്മയും അച്ഛനും പോയിട്ട് അമ്പലത്തിൽ പോയി ബലിയിട്ട് വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കും. മീൻ വറുത്തത്, മീൻകറി, ചിക്കൻ, പപ്പടം, ഒഴിച്ചുകറി, തോരൻ. എല്ലാ കൊല്ലവും എല്ലാ കറിയും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും തൂഷനിലയിൽ ചോറും കറികളെല്ലാം വെച്ചിട്ട് വിളക്ക് കത്തിച്ച് കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ മരിച്ചുപോയ കാരണവന്മാരെ മനസ്സിൽ വിചാരിച്ച് അവർക്കൊരു ഫുഡ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് വീത് വെക്കുക എന്നാണ് പറയാറ്. പല സ്ഥലത്തും പല രീതിയിലും പല പേരിലുമാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിലൊന്നും ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീത് വയ്ക്കാൻ വാഴയില വേണം. ഇവിടെ എങ്ങും അങ്ങനെ വാഴയില ഇല്ല ആരുടെയും വീട്ടിൽ. ഇതിപ്പോൾ ഒരു വാഴ എങ്ങാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വെച്ചാൽ അവിടെ നിന്ന് പോയി പറിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തൂഷനില വേണം. അപ്പോൾ ആദ്യം പറിച്ചത് ഇത്തിരി മോശമായിരുന്നു. അപ്പോൾ രണ്ടാമത് ഒരെണ്ണം കൂടി പറിച്ചു. പിന്നെ കാക്കയ്ക്കും കൂടി ഫുഡ് വയ്ക്കും. കാരണം നമ്മൾ കാക്കേനെ മരിച്ചുപോയ ആൾക്കാരായിട്ട് ഇങ്ങനെ സങ്കല്പിക്കാറുണ്ട്. അപ്പോൾ കാക്കയ്ക്കും കൂടി വയ്ക്കും. തിരിച്ചു വന്നപ്പോൾ കണ്ടില്ലേ, ഭയങ്കര മഴക്കാറ്, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ തൂഷനില. പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, വിളക്ക് വെച്ചിട്ടുണ്ട്, വിളക്ക് കത്തിക്കാൻ. പിന്നെ നമുക്ക് കാക്കിക്ക് കൊടുക്കാനുള്ള ഇല എന്ന് പറയുമ്പോൾ ഇതുപോലെ പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ 5 ഇല എടുത്തിട്ടുണ്ട്. 5 ഇലയിലും ചോറ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അല്ലിമ്മ എൻ്റെ അച്ഛനായിട്ട് ചെറിയ കുട്ടി വഴക്കുണ്ടാക്കുന്ന സീനാണ് കേട്ടോ. അപ്പോൾ എന്നോട് പരാതി പറയുകയാണ് അല്ലിമ്മ അപ്പോൾ പിച്ചിന്നൊക്കെ. അപ്പോൾ ചോറ് വിളമ്പുവാണ്. പിന്നെ ഈ ചോറ് അച്ഛനാണ് കേട്ടോ കഴിക്കുന്നത്. അച്ഛൻ കഴിച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാവരും വീട്ടിൽ ചോറ് കഴിക്കത്തുള്ളൂ. ആദ്യം മീൻകറിയാണ് കേട്ടോ വെച്ചത്. കാലം മാറും തോറും ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി വെച്ചു. പച്ചക്കറിയൊക്കെ കുറവായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം വെച്ചു. നമ്മൾ സാധാരണ നമ്മളുടെ മരിച്ചുപോയ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഫുഡ് വെക്കാറ്. അതുകൊണ്ടാണ് ഈ ചിക്കനും മീനൊക്കെ വെക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ കള്ളും പുകയില, ചുണ്ണാമ്പും അടക്കയും വെറ്റിലയൊക്കെ വെക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് കാക്കിക്കൊക്കെ കൊടുക്കാനുള്ള ഫുഡാണ് കേട്ടോ. ഇതിലും എല്ലാ കറിയിട്ടും മിക്സ് ചെയ്യും. അപ്പോൾ വിളക്ക് കത്തിച്ചു. ഒരു തിരിയുടെ വിളക്കാണ് കത്തിച്ചത്. ഇനി ഈ തിരി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാക്കിക്ക് കൊടുക്കുന്ന ഫുഡിൽ ഒരു തിരി വെക്കും കേട്ടോ. അപ്പോൾ ഇത് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത് വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചവരുടെ ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്ത് വയ്ക്കുന്ന ഫുഡ് കാക്കയാണ് കേട്ടോ വന്ന് കഴിച്ചിട്ട് പോകുന്നത്. ഇതാണ് നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മരിച്ച കാരണവന്മാർക്ക് വേണ്ടി വെച്ചേക്കുന്ന ഫുഡ്. അതിൻ്റെ ഇടയ്ക്ക് അല്ലിമ്മയ്ക്ക് വിശപ്പ് തുടങ്ങി. അല്ലിമ്മ നല്ല എരിവൊക്കെ കൂട്ടി ചോറ് കഴിക്കുകയാണ്. ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് എരിവ് കറിയൊക്കെ. ഇടയ്ക്കേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെയാണ് ഈ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് കേട്ടോ. അവൾക്ക് ചിക്കൻ വേണം, മീൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. മഴ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ഒരു കസേരയിൽ. കാക്ക വരും, കുറച്ച് കഴിയുമ്പോൾ മഴ മാറിക്കഴിയുമ്പോഴത്തേക്കും വന്ന് കഴിച്ചോളും. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവും ആചാരങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.